ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ലെമൺ വൈൻ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. കുറേ ദിവസങ്ങളോളം പൂത്ത് നിൽക്കുന്ന ഒരു വള്ളിച്ചെടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കായ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ കാ വൈൻ കിട്ടാനൊക്കെ ഒരുപാട് പേര് എടുക്കാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല അതെങ്ങനെയാണെന്നുള്ളതൊന്നും. ഇതുവരെ നമ്മളത് എടുത്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ നല്ല ഭംഗി കേട്ടോ. അത്യാവശ്യം ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. സംഭവം കുറേ ദിവസങ്ങളോളം നിന്നോളും. അടുത്തത് പരിചയപ്പെടുത്തുന്നത് ഒരു കാമിനി മുല്ല, മരമുല്ല എന്നൊക്കെ പറയുന്നൊരു സാധനമായിട്ടിത്. ഒരുപാട് നാൾ പൂക്കളിങ്ങനെ നിൽക്കും, പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകത്തൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ വെയിലത്തുനിന്ന് മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് വ്യത്യാസം കാണുന്നത്. അപ്പം നല്ല വെയിൽ വേണം, അത്യാവശ്യം വെയിൽ വേണ്ടുന്നൊരു പ്ലാന്റാണിത്. ഇത് അത്യാവശ്യം ഹൈറ്റ് വെക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മിനിയേച്ചറും ഉണ്ട്. മിനിയേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും. ഇത് ഇത്തിരി ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പാണ്. കുറേ ദിവസങ്ങളെ നിന്നോളും. പിന്നെ ഇത് ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചൊരു പ്ലാന്റാണ് കേട്ടോ. കമ്പ് വെച്ചാലൊക്കെ പിടിച്ചിട്ടുന്ന ഒരു പ്ലാന്റാണിത്. കുറേ ദിവസങ്ങളോളം നിന്നോളും. അടുത്തതായി ഒരു റെക്സ് പിയോണിയ വൈനാണ്. ഇതെനിക്കൊരു ഹണ്ടിങ് കിട്ടിയതാണ്. കണ്ടില്ലേ, വളരെ ഭംഗിയുണ്ട് എൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടി. പക്ഷേ നല്ല വെയിൽ വേണം കേട്ടോ. വെയിലത്ത് വെക്കുമ്പോൾ വേറൊരു കളർ ഷെയ്ഡ് കിട്ടും. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വന്നിരിക്കുന്നത്. കണ്ടോ, വെയിലത്ത് വെച്ചൊരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ആ തണ്ടൊക്കെ കണ്ടോ, തണ്ടിനാണെങ്കിലും ലീഫിൻ്റെ ബാക്ക് വശമൊക്കെ ആണെങ്കിൽ നല്ല കളറുണ്ട്. ലീഫ് കണ്ടില്ലേ, നല്ലൊരു കളർ വരുന്നതുണ്ടോ. അപ്പോൾ ഇത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചാൽ ഇത്രയും നല്ലൊരു കളർ ഇതിന് കിട്ടത്തുള്ളൂ. ഇതും ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. പിടിപ്പിച്ച് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പിടിച്ച് കിട്ടും. അടുത്തതായിട്ട് ഈ ഒരു വള്ളിച്ചെടിയാണ്. എൻ്റെ പേര് എനിക്ക് ക്ലിയർ അല്ല, അറിയത്തില്ല എനിക്ക് എൻ്റെ പേര്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ഇതും. നല്ല എന്താ പറയുക, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഡാർക്ക് കളറിലെ മെറൂൺ കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു വൈറ്റും ഉണ്ട് കേട്ടോ. വൈറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം നിൽക്കും. ഒരു കോളാമ്പി പോലെയൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലവറാണ് അതിൻ്റെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു വിശേഷം കൂടെ പറയുന്നത് വെച്ചാൽ നമ്മളിന്ന് പുതിയ ലോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലൊരുപാട് പുതിയ പുതിയ ചെടികൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവച്ചാൽ മതി. അപ്പോൾ പുതിയ പുതിയ പ്ലാന്റ്സൊക്കെ അതിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. എനിക്കിതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഒരുപാട് ദിവസങ്ങളോളം നിൽക്കും. പഞ്ചായിട്ട് പൂക്കുന്നൊരു ഫ്ലവറിങ് ആണ് ഈ ചെടിയാണിത്. കണ്ടില്ല, എൻ്റെ മുട്ടൊക്കെ കണ്ടില്ല, നിറച്ചുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നിന്നോളും. നല്ല ഭംഗിയില്ലേ, അത് കുറഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ ഇത് കമ്പൊക്കെ കുത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൽ വിത്തും ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.